ഹലോ ഗായ്സ്, ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പൊ ഞാൻ ഇന്നൊരു പുതിയ ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത്. ഇതാണ് മോക്നെ പിവോ. അതായത് നമ്മുടെ പോളണ്ടിൽ തന്നെ പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്ന പോളണ്ടിന്റെ ദേശീയ ബിയർ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ മെൻഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് മോക്നെ പിവോ. അത് നമുക്ക് ആദ്യം ഇതിന്റെ മീനിങ്ങിൽ തന്നെ തുടങ്ങാവേ. അതായത് ഇതിന്റെ പേരിന്റെ മീനിങ് വരുന്നത് മോക്നെ എന്ന് വെച്ചാൽ സ്ട്രോങ് എന്നാണ്, പിവോ എന്ന് വെച്ചാൽ ബിയർ എന്നാണ് വരുന്നത്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ബോട്ടിലിന് ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. അത് ഇവരുടെ ബ്രാൻഡിന്റെ തന്നെ ഒരു പ്രത്യേകതയാണ്. പോളണ്ടില് ആദ്യമായിട്ട് പ്ലാസ്റ്റിക് ബോട്ടിലില് ബിയർ സെർവ് ചെയ്തത് ഈ ബ്രാൻഡാണ്. എന്റെ കയ്യിലിരിക്കുന്ന ഈ ബിയറിന്റെ ക്വാണ്ടിറ്റി 900 ml ആണ് വരുന്നത്. ഈ ബിയറിന് വേറൊരു സ്പെഷ്യാലിറ്റിയും കൂടെ ഉണ്ട്. ഇതില് 7.2% ആണ് ആൽക്കഹോൾ കണ്ടന്റ് വരുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ഫ്ലേവർ എന്ന് പറയുന്നത് അരോമാറ്റിക് ഹണിയുടെ ഫ്ലേവർ ആണ്. ആക്ച്വലി ഇതൊരു സ്ട്രോങ് ബിയർ ആണെങ്കിലും ഇതിന്റെ അകത്ത് ഹണിയുടെ ഫ്ലേവർ ആയതുകൊണ്ട് നമുക്ക് ഒരു സ്വീറ്റ്നെസ് ആയിട്ടാണ് ഇത് ഫീൽ ചെയ്യുന്നത്. നമ്മുടെ എന്താ പറയാ, ഈ ഒരു ഭയങ്കര ഹാർഡ് ആയിട്ടുള്ള ഒരു ബിയറിന്റെ കയ്പൊന്നും നമുക്ക് ഈ ഡ്രിങ്കിന്റെ അകത്ത് ഫീൽ ചെയ്യത്തില്ല. യാവോ നോവോ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇതിന്റെ ബ്രൂവറി ഉള്ളത്. ഈ ബ്രൂവറിയിൽ 1992 ഈ ബ്രൂവറി സ്റ്റാർട്ട് ചെയ്യുന്നത്. ആക്ച്വലി ഈ ബിയർ പ്രൊഡക്ഷൻ ചെയ്തെടുത്തിട്ട് അധികം വർഷങ്ങളൊന്നും ആയിട്ടില്ല. ഇതൊരു 20s കിട്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇത് പ്രൊഡക്ഷൻ ചെയ്തെടുക്കുന്നത് 2002 ഈ ബ്രൂവറിക്ക് ഇത് കൂടാതെ തന്നെ വേറെ ഒരുപാട് ബിയേഴ്സ് അവൈലബിൾ ആണ്. അതായത് ഇവരുടെ ബിയറിൽ മെയിൻ ആയിട്ട് വരുന്നത് ഗ്രീൻ ആപ്പിൾ, ചെറി, ബനാന തുടങ്ങിയ ഫ്ലേവേഴ്സിലൊക്കെ ഇവരുടെ ബിയർ അവൈലബിൾ ആണ്. നമുക്ക് വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇവിടുത്തെ പോളണ്ടില് നല്ല ഫാൻ ബേസ് ഉള്ള ഒരു ബിയർ ആണ് ഇത്. കാരണം ഇവിടുത്തെ ഒട്ടുമിക്ക പോളിഷ് ആയിട്ടുള്ള ഇച്ചിരി ഏജിലും കൂടി ആയിട്ടുള്ള ആൾക്കാരുടെ മെയിൻ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതും പ്രിഫർ ചെയ്യുന്നതും ഈ ഒരു ബ്രാൻഡും ഈ ഒരു ബിയറും തന്നെയാണ്. അതിനുള്ള മെയിൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ചീപ്പായിട്ട് അവൈലബിൾ ആയിട്ട് കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിപ്പോ 900 ml ബോട്ടിലാണ്. ഇതിപ്പോ ഞാൻ മേടിച്ചപ്പോ എനിക്ക് 5 സ്ലോട്ടിയാണ് ആയത്. ഇതിന്റെ ഒരു ആവറേജ് പ്രൈസ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം ഇത് പല സ്ഥലങ്ങളിലും പല റേറ്റിനാണ് കൊടുക്കുന്നത്. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഷോപ്സ് ആണ്. പക്ഷെ ഇതൊരു 2.50 മുതൽ 5 സ്ലോട്ടിയുടെ അകത്തെ ഇതിന് അതായത് 900 ml ഈ ബോട്ടിലിന് വില വരുന്നുള്ളേ. പിന്നെ നമുക്കിത് 3 ടൈപ്പിലുള്ള ബോട്ടിൽസിൽ അവൈലബിൾ ആണ്. ഒന്ന് ക്യാൻ ആണ് വരുന്നത്. ക്യാൻ നമുക്ക് 500 ml ആണ് വരുന്നത്. അതുപോലെ തന്നെ ഗ്ലാസ് ബോട്ടിൽസ് ഉണ്ട്. അത് നമുക്ക് ഭയങ്കരമായിട്ട് അവൈലബിൾ ആയിരുന്നു കുറച്ച് നാൾ മുന്നേ വരെ. പക്ഷെ ഇപ്പം നമുക്ക് ഈ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ആണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ സമ്മറിൽ ഈ മോക്നോ പിവോ അടിച്ചിട്ട് ചില്ല് ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ചങ്കിന് വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കണേ. അപ്പൊ നമുക്ക് വീണ്ടും കാണാം.